കേട്ടോ, ഞാൻ മരുന്ന് കഴിച്ചു, ഇഞ്ചക്ഷൻ്റെ വേദന അനുഭവിച്ചു, സർജറി ചെയ്തു, ഹോസ്പിറ്റലിൽ കിടന്നു, എന്നിട്ടും ദൈവം എന്താ എന്നോട് കനിയാത്തെ? അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരാത്തത്? ഞാൻ പാപിയാണോ? അപ്പം അച്ഛൻ പറഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കില്ല, നീ പ്രാർത്ഥിക്കുക, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2022 നവംബർ 14 ഞാൻ UK പോകുമ്പോൾ മനസ്സിന് വളരെ സന്തോഷമുണ്ട്. ജോലി കിട്ടി, ഞാൻ സെറ്റിലാകാൻ പോകുന്നു, എനിക്കെന്തോ ഒരു സർക്കാർ ജോലി UK കിട്ടാൻ പോകുന്നു. പക്ഷെ അതിലുപരി എനിക്ക് വിഷമം. എത്ര ജോലി കിട്ടി, എന്ത് സമ്പാദിച്ചാലും ഒരു പൈതലില്ലെങ്കിൽ എന്താണ് പ്രയോജനം എന്നെൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് UK ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല അവിടെ ഞാൻ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം. അപ്പം അവിടെയൊക്കെ തിരക്കിയപ്പോൾ ലക്ഷങ്ങളുടെ പൈസയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ എനിക്ക് ഭയങ്കര, ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ കൂടുതൽ എൻ്റെ വിഷമം എൻ്റെ കുഞ്ഞില്ല എന്നുള്ള വിഷമമാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ചേച്ചി എപ്പോഴും ഇങ്ങനെ വിഷമം പറയാതെ കുഞ്ഞില്ല അതൊരു നെഗറ്റിവിറ്റിയാണ് ചേച്ചി ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ